ആറ്റിങ്ങൽ റാണിയാണ് ഇവിടെ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഒരു ആധിപത്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി 5 തെങ്ങ് പതിച്ചു കൊടുത്തത്. അവിടെയാണ് അവർ താവളമടിച്ചതും ഒരു കമ്പനി ഒരു ഫാക്ടറി ഉണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് അവർ തുടങ്ങിയത്. പക്ഷേ അവർ ഈ നമ്മുടെ രാജ്യം മുഴുവൻ വ്യാപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളുമായിട്ട് അവർ വന്നു എന്നാണ് പറയുന്നത്. കുടവൻപിള്ളയും സംഘവും കയറി ഇത് തയ്യാറായിരുന്നു അവർ വരുന്നത് അറിഞ്ഞ് അവർ ഇല്ലാതാക്കിയെന്നാണ് പറയുന്നത്. 141 പേരെയും തല വെട്ടിയിട്ടു. കൊല്ലത്തേക്ക് ചരക്ക് കയറ്റി വിട്ടിരുന്ന സ്ഥലം, അതിൽ പ്രധാനം ഇവിടെ നമുക്ക് കൊട്ടാരമുള്ളത് കൊണ്ട് ഇതാണ് പ്രധാന ഒരു കടവായി ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ധാരാളം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ മറ്റ് സാധനങ്ങളുമൊക്കെ ഇവിടെ കളക്ട് ചെയ്ത് ഈ കടവിലെത്തി കൊല്ലത്തേക്ക് കയറ്റി വിടുമായിരുന്നു. നമസ്കാരം. ഇത് ആറ്റിങ്ങൽ നഗരത്തിലെ വളരെ പ്രശസ്തമായൊരു കടവാണ്. കൊല്ലംപുഴ എന്നാണ് പേര്. ഇതിനോട് അനുബന്ധിച്ച് ഒരു പാർക്കെല്ലാം ഉണ്ട്. ഞങ്ങളിപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു പക്ഷേ ആറ്റിങ്ങൽ നിവാസികൾക്ക് പോലും അറിയപ്പെടാത്ത കുറേ ചരിത്ര രഹസ്യങ്ങൾ ഈ ഒരു കടവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് 3-4 കാര്യങ്ങളുണ്ട്. അതൊക്കെ രേഖകളുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഞങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെയുള്ളത് വിജയൻ പാലാഴി ചേട്ടനാണ്. ആദ്യമായി ഈ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് നാടകമെഴുതിയ 1721 പേരിൽ നാടകമെഴുതിയ വിജയൻ പാലാഴി ചേട്ടനാണ് ഇന്ന് നമ്മുടെ വിസ്മയ ന്യൂസിനൊപ്പം ചേരുന്നത്. നമുക്ക് അറിയാവുന്ന കുറേ അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തരും. വിജയൻ പാലാഴി ചേട്ടനാണ് ഞങ്ങളിപ്പം ചേരുന്നത്. പാലാഴി ചേട്ടാ, ഞാൻ ആദ്യം കേട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കൊല്ലംപുഴയല്ല, ഇത് കൊല്ലുംപുഴയാണെന്നാണ് ഞാൻ ആദ്യം കേട്ടത്. അപ്പം ഞാൻ അതിൻ്റെ പിറകെ സഞ്ചരിച്ചപ്പോഴത്തേക്കാണ് ചേട്ടനെപ്പറ്റി ഞാൻ അറിഞ്ഞതും. അപ്പോൾ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ചേട്ടൻ പറയുന്നത് അത് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ചേട്ടൻ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കൊല്ലവുമായി ബന്ധപ്പെട്ട സംഭവം? അതായത് കൊല്ലംപുഴ എന്ന് പറയുന്ന ഈ നദി ആറ്റിങ്ങൽ കൊട്ടാരത്തിന് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് ഒഴുകുന്ന വാമനപുരം നദിയുടെ ഒരു ഭാഗമാണ് ഈ കൊല്ലംപുഴ എന്ന് പറയുന്നത്. ഈ കൊല്ലംപുഴ എന്ന പേര് വരുന്നതിന് ചില ചരിത്രങ്ങളുണ്ടെന്നും അല്ലെങ്കിൽ സംഭവങ്ങളുണ്ടെന്നും പല സ്ഥലങ്ങളിൽ നിന്ന് വായിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ കൊല്ലുംപുഴ എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് കാരണം ആറ്റിങ്ങൽ കലാപം 1721 നടന്ന ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് 141 ബ്രിട്ടീഷ് പടയാളികളെ, അതായത് 140 പടയാളികളും ഗഫോഴ്സ് എന്ന് പറയുന്ന അതിൻ്റെ ക്യാപ്റ്റനും, ഇവർ ആറ്റിങ്ങൽ റാണിക്ക് കപ്പം കൊടുക്കാൻ, അതായത് 5 തെങ്ങിൽ കോട്ട കെട്ടിയതിന് കപ്പം കൊടുക്കാൻ വേണ്ടി വിഷുദിനത്തിൽ ഇവിടെ എത്തിയതും അവരെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അവരെ കശാപ്പ് ചെയ്തു എന്നും അവരുടെ മൃതദേഹങ്ങൾ ഈ ആറ്റിൽ ഒഴുക്കിയെന്നും ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ കുറേ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വരുന്നത്. അതിൽ കുടമൺപിള്ളയുടെ സാന്നിധ്യമുണ്ട്. ഇവിടെ നിന്ന് കുരുമുളക് പോലെയുള്ള വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ചില തർക്കങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനെ കൊല്ലുംപുഴ എന്ന് ആളുകൾ സാധാരണയായിട്ട് പറയുന്നത്. കൊന്നു തല കൊണ്ട് ചെന്ന് അതിൻ്റെ ഗഫേഴ്സിൻ്റെ തല റാണിക്ക് കാഴ്ച വെച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം റാണി പങ്കെടുത്തല്ല, റാണിക്കും എതിരെയായിരുന്നു ഈ സമരം. ബ്രിട്ടീഷുകാർ റാണിക്ക് കപ്പം കൊണ്ടുവരുന്നു. ഈ റാണിയും ബ്രിട്ടീഷുകാരും തമ്മിൽ ചില അടുപ്പങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ നാടകത്തിലൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നാലും ഈ റാണി ഇതിൽ പങ്കെടുത്തൊന്നുമില്ല. ഇത് കുടമൺപിള്ളയും 8 വീട്ടിൽ പിള്ളമാരിൽ കുടമൺപിള്ള, റാണിയുടെ തന്നെ അല്ലെങ്കിൽ ഈ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട കുടമൺപിള്ളയാണ് ഇതിന് നേതൃത്വം നൽകിയതെന്ന് രേഖകളിൽ പല സ്ഥലത്തും കാണുന്നുണ്ട്. അതുകൂടാതെ നാട്ടുകാരും ചേർന്നിട്ടുണ്ട്. അടുപ്പമുണ്ടായിരുന്നു. കപ്പം കൊടുക്കാതെ വന്നപ്പോഴത്തേക്ക് അത് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഞങ്ങൾ തന്നെ കൊടുത്താളാമെന്ന് ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. അതിനു മുമ്പേ ഇവിടെ ഈ തർക്കങ്ങൾ, വഴക്കുകൾ ഒക്കെ നടന്നിരുന്നു. ഈ മലഞ്ചരക്ക് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന മലഞ്ചരക്ക് വ്യാപാരികളെ എല്ലാം വെട്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ അതിൻ്റെ കുത്തക ഏറ്റെടുത്തത്. അന്ന് 1600 കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞാണ് 1721 ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആറ്റിങ്ങൽ റാണിയാണ് ഇവിടെ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഒരു ആധിപത്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി 5 തെങ്ങ് പതിച്ചു കൊടുത്തത്. അവിടെയാണ് അവർ താവളമടിച്ചതും ഒരു കമ്പനി ഒരു ഫാക്ടറി ഉണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് അവർ തുടങ്ങിയത്. പക്ഷേ അവർ ഈ നമ്മുടെ രാജ്യം മുഴുവൻ
വ്യാപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ എങ്ങനെ റാണിയുടെ തെറ്റി എങ്ങനെ റാണിയായിട്ട് തെറ്റിയത് കപ്പം കൊടുക്കാതെ വന്നു. എന്നിട്ടും അവസാനം ഈ അടിയെല്ലാം നടന്നതിന് ശേഷം റാണി അവർക്ക് കീഴ്പ്പെടുകയായിരുന്നു ചെയ്തത്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും പിന്നീട് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. തെറ്റിയതൊന്നേ ഉള്ളൂ, ഇവർക്ക് കപ്പം കറക്റ്റ് സമയത്ത് കിട്ടിയില്ല. ആദ്യം എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, എന്നുവെച്ചാൽ നികുതി അതാണ് കപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. കുറേ കാലം കൊടുക്കാതെ വന്നപ്പോൾ റാണി കത്തെഴുതി, എനിക്ക് നികുതി പണം കിട്ടിയേ പറ്റൂ. അതിന് ഇടനിലക്കാരനായിട്ട് കുടമൺ പിള്ളയാണ് വെച്ചത്. പക്ഷേ ബ്രിട്ടീഷുകാർ അതിന് തയ്യാറായില്ല. അവർ നേരിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളുമായിട്ട് അവർ വന്നു എന്നാണ് പറയുന്നത്. കുടമൺ പിള്ളയും സംഘവും കയറി ഇത് തയ്യാറായിരുന്നു. അവർ വരുന്നത് അറിഞ്ഞ് അവർ ഇല്ലാതാക്കിയെന്നാണ് പറയുന്നത്. 141 പേരെയും തല വെട്ടിയിട്ടു. അതിൻ്റെ അകത്ത് നാട്ടുകാരും ഉണ്ടായിരുന്നുവെന്ന് ഒക്കെ പറയപ്പെടുന്നു മരിച്ചതിൽ. ഇതാണ് കൊല്ലുംപുഴ. പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളതും ഇവിടുത്തെ ചരിത്രമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതൊക്കെ റാണി ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതാണ് കേട്ടിട്ടുള്ളത്. ഒരിക്കലും ഇല്ല. റാണി അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. അവർ ചില സെറ്റപ്പുകൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയതാണ്. ആറ്റിങ്ങൽ റാണിമാർ ആണ് ഒരു കത്തയച്ചത്, അല്ലെങ്കിൽ ഒരു കുറിമാനം കൊടുത്തു വിട്ടത്. അപ്പോൾ അതിൻ്റെ ബേസിൽ അവർ തങ്ങളിൽ മാനസികമായിട്ട് ചിലപ്പോൾ ഐക്യത കുറഞ്ഞായിരിക്കും. പക്ഷെ അവർ അടിക്കാനൊന്നും പോയില്ല. അറിയുന്ന രഹസ്യം തന്നെ ഇതല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യം. അത് യഥാർത്ഥത്തിൽ ആറ്റിങ്ങൽ ഇവിടെ നടന്ന സംഭവമാണെങ്കിലും അതിൻ്റെ നാന്ദി എന്ന് പറയുന്നത് അഞ്ചുതെങ്ങിലാണ്. അഞ്ചുതെങ്ങിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്നത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ കിടക്കണത് അഞ്ചുതെങ്ങ് കലാപമാണോ ആറ്റിങ്ങൽ കലാപമാണോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ രണ്ട് വശത്തുനിന്ന് ഇവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ ഇത് സംഭവം നടന്നുകൊണ്ട് ആറ്റിങ്ങൽ കലാപം എന്നാക്കുന്നു. അതിൻ്റെ തുടക്കം അഞ്ചുതെങ്ങ് ആയതുകൊണ്ട് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നു. എന്തായാലും ആദ്യത്തെ നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സമരം സ്വാതന്ത്ര്യ സമരം എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ പക്ഷേ ബ്രിട്ടീഷുകാരാണ് അന്നത്തെ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയത്. അവർ കുടവൻപിള്ളയ്ക്കാണ് പോകേണ്ടത്. പക്ഷേ കുടവൻപിള്ളയെ പിന്നീട് ഒതുക്കി ബ്രിട്ടീഷുകാർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം അവർ പിന്നീട് ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം അഞ്ചുതെങ്ങ് കോട്ട വളഞ്ഞു. ഈ ആളുകളെല്ലാം ചേർന്നു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു കുറച്ച് ദിവസം. അതെല്ലാം അവസാനം റാണി ഒഴിവാക്കിയിട്ടാണ് അവർക്ക് അത് സ്വതന്ത്രമായിട്ട് കച്ചവടം ചെയ്യാനും മറ്റുമൊക്കെ അവകാശം കൊടുത്തു. അതിനുശേഷമാണ് ഇവർ കൂടുതൽ ശക്തിയായത്. ബ്രിട്ടീഷുകാർ എതിർക്കേണ്ടി വന്നു. ഇതാണ് കൊല്ലുംപുഴ എന്നുള്ള സങ്കല്പത്തിൽ വരുന്നത്. ഇതിങ്ങനെ നടന്നോ എന്ന് ചോദിച്ചാൽ ചില രേഖകളിൽ ഇവിടെ നിന്ന് റാണി ബ്രിട്ടീഷുകാർക്കൊക്കെ എഴുതിയ ചില രേഖകളിൽ ഇത്ര പേര് അന്നത്തെ ഇതിൽ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ എഴുതിയിരുന്നു. ആദ്യം കുറച്ച് പേരുടെ പേരേ പറഞ്ഞിരുന്നുള്ളൂ, രേഖയിൽ പറഞ്ഞിരുന്നു. പിന്നീട് വേറൊരു കത്തിൽ 141 പേരുടെ പേര് മരിച്ചു എന്നും ഇവിടെ നിന്ന് തന്നെ ഉള്ള കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് രേഖകളാണ് നമുക്ക് ഉള്ളത്. ഗഫോഴ്സ് പുള്ളിയൊക്കെ പോയി. അടുത്ത പേരുമായിട്ട് ബന്ധപ്പെട്ട സംഭവം അതും ഈ തിരുവിതാംകൂർ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇതാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. അതായത് ആറ്റിങ്ങൽ രാജ്യം ഉണ്ടാക്കി, സ്ത്രീകളെ ഭരണ ചുമതല ഏൽപ്പിച്ചു. റാണിമാരാണ് ഇവിടെ 2 റാണിമാരാണ് ഭരിച്ചത്. ആദ്യം വന്നതും തമ്പുരാക്കന്മാരെന്നാണ് അവരെ വിളിക്കുന്നത്. റാണിമാരെന്നല്ല വിളിച്ചിരുന്നത്, ആറ്റിങ്ങൽ തമ്പുരാക്കന്മാരെന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഈ റാണിമാർ അതുപോലെ അവരുടെ ഈ ഭരണം നടത്തുന്നതിന് കുറേ സ്ഥലങ്ങളെല്ലാം ഒഴിവാക്കി കൊടുത്ത കൂട്ടത്തിൽ ഇവിടെ ഒത്തിരി വയലുണ്ട്. ഇവർക്ക് നെല്ല്, എന്നാൽ അരിയാനുള്ള ആഹാരം ഇന്നത്തെ കണക്ക് മറ്റ് ഒന്നുമില്ല. അതെ, പൊന്നറ മുതൽ ഇങ്ങനെ കറങ്ങി ഈ നദിയുടെ സമീപത്ത് ഏക്കർ കണക്കിന് ഈ കൊട്ടാരത്തിന് മുമ്പിലും ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നികന്നു പോയി, എല്ലാം നികന്നു. അപ്പോൾ ഇത്രയും വയൽ പാടശേഖരം, ഈ പാടശേഖരത്തിനെ അന്ന് വിളിച്ചിരുന്നത് കൊല്ല എന്നാണ്. കൊല്ല. അപ്പോൾ കൊല്ലകൾ ധാരാളമുള്ള സ്ഥലം, അതിലൂടെ ഒഴുകുന്ന പുഴ
കൊല്ലയുടെ അടുത്തുകൂടി എന്ന് വെച്ചാൽ ഒരുപാട് പാടശേഖരം ഉള്ളതിനാണ് കൊല്ല എന്ന് പറഞ്ഞതെന്നാണ് പറയുന്നത്. വയലുകളെ ധാതുസമ്പുഷ്ടമായിക്കൊണ്ടിരുന്നത് ഈ നദിയാണ്. ഈ നദിയാണ് ഈ കൊല്ല എന്ന് വെച്ചാൽ ഇത്രയും വിശാലമായ പാടശേഖരം അന്ന് മറ്റെങ്ങും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അറിയാൻ വയ്യ, കാണുമായിരിക്കും. എന്നാലും ആ കൊല്ലയ്ക്ക് എന്താണ് സമ്പൽ സമൃദ്ധി നൽകുന്ന നദി കൊല്ലം പുഴ, കൊല്ല പുഴ, കൊല്ല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതും അല്ലെങ്കിൽ ചരിത്രവും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോ എന്നുവെച്ചാൽ ഇപ്പം വയലിന് കൊല്ല എന്നുള്ള അല്ലെങ്കിൽ പാടശേഖരത്തിന് കൊല്ല എന്നുള്ള ഒരു വാക്കുണ്ടെന്ന് അറിയുന്നവർക്ക് മാത്രമേ ഇത്തരത്തിൽ ചിന്തിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെയും നാട്ട് സംസാരമുണ്ട് ഇവിടെ കൊല്ലം പുഴയെന്ന്. അതുകൂടാതെ മൂന്നാമത്തത് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് ചരക്ക് കയറ്റി വിടുന്ന ഇന്ന് റോഡ് ഗതാഗതം അല്പം കുറവായിരുന്നു, ജലഗതാഗതമാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക്, കൊല്ലമാണല്ലോ നമ്മളെ വ്യാപാര കേന്ദ്രം അന്ന് അപ്പോൾ ആ കൊല്ലത്തേക്ക് ചരക്കുകൾ കയറ്റി അയച്ചിരുന്നത് ഈ വാമനപുരം നദി വഴിയാണ് പോകുന്നത്. ഇതുവഴിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇതുവഴി പോയി അങ്ങ് കൊല്ലം വരെ പോകും. കൊല്ലം വരെ പോകും. അതെ, വാമന ഒന്ന് നോക്കാം, ആലോചിച്ച് നോക്ക്, കൊല്ലത്ര പോകില്ലെന്ന് നോക്ക്, ആലോചിച്ച് നോക്ക്. അല്ല എങ്കിൽ ഇത് നദി വഴിയൊന്ന് പോയി നോക്കിയാൽ മതി. കൊല്ലത്തേക്ക് ചരക്ക് കയറ്റി വിട്ടിരുന്ന സ്ഥലം, അതിൽ പ്രധാനം ഇവിടെ നമുക്ക് കൊട്ടാരമുള്ളത് കൊണ്ട് ഇതാണ് പ്രധാന ഒരു കടവായി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ മറ്റ് സാധനങ്ങളുമൊക്കെ ഇവിടെ കളക്ട് ചെയ്ത് ഈ കടവിലെത്തി കൊല്ലത്തേക്ക് കയറ്റി വിടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊല്ലം പുഴയായി. കൊല്ലത്തേക്ക് പോകുന്നതിനുള്ള പുഴ, ആ കടവ്, കൊല്ലംപുഴ കടവെന്നാണെന്ന് പറഞ്ഞിരുന്നത്. കൊല്ലത്തേക്ക് പോകുന്ന പുഴയുടെ പ്രധാന കടവ്. അതിനുശേഷം ആ കൊല്ലംപുഴ എന്നുള്ള പ്രദേശമായിട്ട് ഈ പ്രദേശത്തിനെ അറിയപ്പെട്ടു. ഈ നദിക്കാണ് ആദ്യം പേര് കിട്ടുന്നത്. പ്രത്യേകിച്ച് നദികളാണ് നമ്മുടെ മിക്ക പേരുകൾക്കും പ്രധാനം. വയലാറിൻ്റെ ഒരു കവിതകളുണ്ട്, ഈ നദികൾക്ക് എന്നെക്കാളും ഓർമ്മ കാണണം, അവർ കഴലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ എന്നുവെച്ചാൽ നദികൾ പറയാത്ത, അല്ലെങ്കിൽ നദികൾക്ക് ശബ്ദമുണ്ടായിരുന്നെങ്കിൽ, നാക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ചരിത്രങ്ങളെല്ലാം കൃത്യമായി അറിയാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വൃക്ഷം എന്ന് പറഞ്ഞൊരു കവിതയിലുള്ളതാണ്. അപ്പോൾ അതുപോലെയാണ് ഈ പുഴകൾക്ക് ഉള്ള പ്രാധാന്യം. അപ്പോൾ അത് മിക്ക പുഴകൾക്കും ഇങ്ങനെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അന്വേഷിച്ച് പോയാൽ ഇതേപോലെ ഓരോ കടവുകൾക്കും. ഞാൻ തന്നെ ചേട്ടാ, ഞാൻ പറയട്ടെ, ഇത് പെട്ടെന്ന് ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത് കൊല്ലംപുഴയല്ല, ഇത് കൊല്ലുംപുഴയാണ്. അങ്ങനെ ഞാൻ കുറേ അന്വേഷിച്ച് റിസർച്ച് ചെയ്തപ്പോഴത്തേക്കാണ് ചേട്ടനെ കണ്ടെത്തിയത്. ചേട്ടൻ ഇത്രയും കാര്യങ്ങൾ അറിയാമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം അന്നോട് പറഞ്ഞത് ഇങ്ങനെ ബ്രിട്ടീഷുകാർ രാജ്ഞിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊന്നിട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ കഥകൾ ഞാൻ കേട്ടു. 141 ബ്രിട്ടീഷുകാരാണ് ഈ ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ടു. ആറ്റിങ്ങൽ കലാപം എന്നാണ്, ഇതാണ് ആറ്റിങ്ങൽ കലാപം, അതാണ് ആറ്റിങ്ങൽ കലാപം. 1700 പിന്നെ വേറെ പ്രശ്നങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. തുടക്കം ഈ ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കുടവൻപിള്ളയാണ്. കുടവൻപിള്ളയും അതേപോലെ തന്നെ അഞ്ചിയെങ്കിലുള്ള കുറേ ആളുകളുണ്ട്, ഇവിടെയുള്ള ചില പ്രമാണിമാരുണ്ട്. കാരണം അവർക്കൊക്കെ ആയിരുന്നു ഈ കച്ചവടത്തിൻ്റെ കുത്തകകൾ പണ്ടുണ്ടായിരുന്നു. അതെല്ലാം മറിച്ചിട്ടാണ് ഇവർ ഇത് കുത്തക ഏറ്റെടുത്തത്. അപ്പോൾ ഇവരുടെ കച്ചവടം എല്ലാം പൊളിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വിരോധം ഉണ്ടാവും. ആ വിരോധം തീർത്തതാണ് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വെറും കലാപമാക്കി അങ്ങ് മാറ്റിയത്. ഇത് യഥാർത്ഥത്തിൽ കച്ചവടം എന്ന് വെച്ചാൽ കലാപം എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റി അങ്ങ് ചുരുക്കി. പക്ഷേ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് ജനങ്ങൾ സംഘടിച്ച് നടത്തിയ ഒരു പോരാട്ടമാണ്. എന്തിനു വേണ്ടിയായാലും ഇതെല്ലാം പേടിച്ചു അവർ, ആദ്യം പേടിച്ചു. പിന്നെ റാണിയുടെ ഒത്താശയൊക്കെ കൂടിയാണ് അവർ പിന്നെ ശക്തിയായി കയറിപ്പോയത്. പിന്നെ റാണിക്ക് വേണ്ടി അവർ ഇറക്കേണ്ടി വന്നു അല്ലേ? ഏതായാലും വളരെ എന്താ പറയുക, വിലപ്പെട്ട കുറേ വിവരങ്ങളൊക്കെയാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. കാരണം വിജയൻ പാലാഴി ചേട്ടനാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യമായിട്ട് 1971 നാടകം എഴുതിയത്. ഇവിടെ ഒരുപക്ഷെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ലായിരിക്കും, ഇത്തരം കുറേ ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിലാണ് ഞങ്ങൾ താമസിക്കുന്നത് പോലും അവർക്ക് അറിവില്ലായിരിക്കും. ഒരുപക്ഷെ അവരിത് അന്വേഷിച്ച് പോകാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അപ്പൂപ്പനമ്മൂമ്മയൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എങ്കിൽ പോലും ഞാൻ വളരെ പഴയ ആൾക്കാരുടെയൊക്കെ അന്വേഷിച്ച് ആർക്കും വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം.
എന്തായാലും ചേട്ടന് താങ്ക്സ്. ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ വിസ്മയ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നാടകം എഴുതുന്നതിന് വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് ഇതെല്ലാം കണ്ടെത്തി കിട്ടിയത്. അന്വേഷിച്ചാലേ കണ്ടെത്തൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആരെങ്കിലും പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് പോവാം. പക്ഷെ ഇതിനെല്ലാം അങ്ങും രേഖകളുണ്ട്. എന്തായാലും ചേട്ടൻ എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിസ്മയ ന്യൂസിൻ്റെ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.